കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട ഡ്രൈവർമാരും രംഗത്ത്. കിഴക്കൻ മേഖലയിലെ ടിപ്പർ, ടോറസ് അടക്കമുള്ള ചരക്കു വാഹനങ്ങളിലെ ഡ്രൈവർമാരാണ് ആര്യങ്കാവ് കേന്ദ്രീകരിച്ച് 3 ദിവസത്തേക്ക് സമരം പ്രഖ്യാപിച്ച് രംഗത്തുള്ളത്. ഈ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണം കഴിഞ്ഞ 1 മാസത്തിനിടെ 2 ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്. ഇതിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇതുവഴിയുള്ള ടിപ്പറുകളിലെയും മറ്റും ഒരു വിഭാഗം ഡ്രൈവർമാർ നിയന്ത്രണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിലുൾപ്പെടെ മറ്റ് 3 ഭാഗങ്ങളിലെയും കൂറ്റൻ വാഹനങ്ങളും ഇതുവഴി ലോഡുമായി വരുന്നുണ്ടെന്നും അവരെ കർശനമായി തടയണമെന്നും ഇവർ പറയുന്നു. தென்காசி மாவட்டம், திருநெல்வேலி மாவட்டம், இந்த கொல்லம் மாவட்டம், இந்த ஏரியாவில் எல்லா டிரைவரும் ஒன்றா இருந்துட்டு வெளியூர் வேறு வண்டியெல்லாம் தடுக்கணும். ஏன்னா அந்த வண்டியெல்லாம் ரொம்ப ஸ்பீடு காட்டி ரொம்ப டேஞ்சர், ஜனங்களெல்லாம் பயப்படுத்த மாதிரி வண்டி ஓட்டுது. அது தடுக்கணும்னா நம்மளாம் ஒன்றா நின்று தான் தடுக்க முடியும். ஆனால் தமிழ்நாடு வேறு, கேரளா வேறு, அப்படியே இல்லை, எல்லாம் ஒன்றா இருக்கணும். ஒன்றா இருந்து தடுத்தா தான் நமக்கு எல்லாம் செய்ய முடியும். எல்லோரும் வண்டி ஸ்டாப் பண்ணி இந்த லோடு அன்லோட் பண்ணதுக்கப்புறம் எல்லோரும் வருவாங்க, வந்து நம்ம கூட ஜாயின் பண்ணோம். 3 நாள் நம்ம ஸ்ட்ரைக் வச்சுருக்கேன். லோடு எடுக்காத வண்டி நிப்பாடுங்க, நம்ம கூட ஹெல்ப் பண்ணுங்க. ஓகே ஓகே. ഞങ്ങൾ ഈ കിഴക്കൻ മേഖലയിലെ ഡ്രൈവേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു സമരം, 3 ദിവസത്തേക്ക് ഒരു സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ കിഴക്കൻ മേഖലയിൽ നമ്മൾ വാഹനങ്ങളെ ഒതുക്കിയിട്ടുകൊണ്ട് ഈ പുറം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ, 18 വീല് ട്രെയിലർ, അതാണ് 16 ടിപ്പർ പോലുള്ള വലിയ വാഹനങ്ങൾ ഇത് ചെറിയ റോഡിൽ അമിത വേഗതയിൽ പോവുകയും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസ് പോലും കറക്റ്റല്ലാത്ത വാഹനങ്ങൾ നിരവധിയിൽ ഓടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും ഇതിന് പോലീസുകാരൊക്കെ വാഹനങ്ങൾ കാട്ടിക്കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരത്തെ മുന്നോട്ട് ഇറങ്ങിയത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിഭാഗത്തുനിന്നുള്ള വാഹനങ്ങൾ ഈ റൂട്ടിൽ ഓടാതെ നമ്മുടെ ഈ ലൊക്കേഷനുള്ള വാഹനങ്ങൾ, ഏതാണ്ട് 250ഓളം വരുന്ന വാഹനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്തുള്ള വാഹനങ്ങൾ ഈ റൂട്ടിൽ ഓടത്തെ, അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവരവരുടെ ഏരിയയിൽ ഓടുക എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും. ഇന്ന് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാവർക്കും ബോധവൽക്കരണമാണ്. എല്ലാവരും വിളിച്ചു ചേർത്ത് കാര്യം പറയും, ഈ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കും, ഈ നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അത് കഴിഞ്ഞതിന് ശേഷം നാളെ തൊട്ട് ലോഡ് എടുക്കാൻ വരുന്ന വാഹനങ്ങളെ തിരിച്ചുവിടുകയാണ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമരത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച എത്തിയ ചരക്കു വാഹനങ്ങൾ ആര്യങ്കാവ് പാലരുവി ജംഗ്ഷനിൽ ലോറി ഡ്രൈവർമാർ കൈകാണിച്ചു നിർത്തി. അപകടകരമായ ഡ്രൈവിംഗ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളും നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചരക്ക് ലോറി ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തി. മറ്റ് ദേശങ്ങളിലേക്കുള്ള ചരക്കു വാഹനങ്ങൾ ഇതുവഴി വരുന്നത് അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.